മക്കളെ, ഞാൻ ഈ കഴിഞ്ഞിടയിൽ കാശ്മീരിലേക്ക് ഒരു ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ പഹൽഗാമിലേക്ക് പോയി. നിങ്ങൾ ആ പേര് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിറയെ ആപ്പിൾ വാലീസ് ആണ്. ഈ ആപ്പിൾ വാലീസിൽ നമുക്ക് ഇറങ്ങി അവിടുത്തെ ആപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു ആപ്പിൾ വാലിയിൽ ഇറങ്ങി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു 12-13 വയസ്സ്, അതായത് നിങ്ങളുടെ അതേ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ ഈ കുട്ടിയുടെ ജോലി എന്ന് പറയുന്നത്, ഇവളുടെ കയ്യിലൊരു മുയലുണ്ട്. അപ്പോൾ ഈ മുയലിൻ്റെ പേര് ജൂജു എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഈ മുയലിനെയും കൊണ്ട് അവിടെ വരുന്നവരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുക, ഇതാണ് ഈ കുട്ടിയുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് വന്ന് പറയും ഇതിനൊപ്പം ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇതിന് പേയ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ഒന്നല്ല, നമുക്ക് സന്തോഷമുള്ള ഒരു പേയ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ ചിലർ ഫോട്ടോ എടുക്കും, ചിലർ ഫോട്ടോ എടുക്കില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ഫോട്ടോ എടുക്കാതെ പോകുന്ന ഓരോ ആൾക്കാരുടെയും പുറകെ ഓടി നടന്ന് ഈ കുട്ടി ഇങ്ങനെ ബെഗ് ചെയ്യാണ്, ഫോട്ടോ എടുക്കൂ, എന്തെങ്കിലും നിങ്ങൾ സന്തോഷത്തോടെ ഒരു പേയ്മെൻറ്റ് തരൂ എന്ന് പറയുന്നത്. വെറും 12-13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, നിങ്ങളെപ്പോലെ നിങ്ങളുടെ അതേ പ്രായമുള്ള സ്കൂളിൽ പോകേണ്ട, കളിച്ച് ചിരിച്ച് നടക്കേണ്ട പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ബാധ്യതകളെ ഏറ്റെടുത്തുകൊണ്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ള എല്ലാ ഭാഗ്യങ്ങളെ പറ്റിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള എല്ലാ അവസരങ്ങളെ പറ്റിയിട്ടും ഒന്ന് ചിന്തിക്കണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ 12-13 വയസ്സുള്ള നിങ്ങൾക്ക് ഇപ്പോൾ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത് അല്ലേ? നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നല്ലൊരു സ്കൂളുണ്ട്, നിങ്ങൾക്കെല്ലാം പ്രൊവൈഡ് ചെയ്ത് തരാൻ നിങ്ങളുടെ പാരൻസ് ഉണ്ട്, നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണമെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകളുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്കൊരു നല്ലൊരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ സൈലത്തിൻ്റെ യോധ ബാച്ചിലെ ക്ലാസ്സുകളുണ്ട് അല്ലേ? അപ്പോൾ ശരിക്കും നമ്മളെന്ന് പറയുന്നത് എത്ര ഭാഗ്യം ചെയ്തവരാണ്. പക്ഷേ നിങ്ങൾ എത്ര പേരാണ് ഞാൻ 8ാം ക്ലാസ്സല്ലേ എത്തിയിട്ടുള്ളൂ, ഇപ്പോഴേ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം എന്ന ആഗ്രഹത്തോടു കൂടി പഠിച്ചു തുടങ്ങിയിട്ടുള്ള എത്ര പേരുണ്ടാവും? വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമായിരിക്കും അല്ലേ? അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടികളോട് പറയാനുള്ളത്, നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ സൗഭാഗ്യങ്ങൾക്കും നമ്മൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം. അത് മാത്രമല്ല, നമ്മുടെ മുൻപിലുള്ള അവസരങ്ങളെ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം. ഒരുപക്ഷെ ആ കുട്ടിക്ക് സ്കൂളിൽ പോയി പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അതിനുള്ള സാഹചര്യമില്ല. പക്ഷെ നമുക്ക് അങ്ങനെയല്ല അല്ലേ? അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മുൻപിലുള്ള എല്ലാ അവസരങ്ങളെയും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ചു മുൻപോട്ടേക്ക് പോവുക. ഒരു നല്ല ജോലിയിലേക്ക് എത്തുന്നതായിട്ട് സ്വപ്നം കാണുക. അതിനുവേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കാനൊക്കെ മടിയുണ്ടാകും, നിങ്ങൾ കുഞ്ഞു കുട്ടികളല്ലേ അല്ലേ? അപ്പം നിങ്ങൾക്ക് വേണ്ടതൊരു സപ്പോർട്ടാണ്, ഒരു പുഷാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിവിടെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാം. യോധ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് കണ്ണും പൂട്ടി വിശ്വസിച്ച് നമ്മുടെ യോധ ബാച്ചിലേക്ക് വരാം. ഞങ്ങൾ ഓരോ അധ്യാപകരും നിങ്ങളുടെ നിഴലായി തന്നെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മളിൽ പലരും നമുക്ക് ലഭിച്ചിട്ടുള്ള ഭാഗ്യങ്ങളെ ശരിക്കും റിയലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അല്ലേ സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം നിങ്ങൾ 8ാം ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ്. തുടക്കം തൊട്ട് തന്നെ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലേക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുൾ A+ മേടിക്കാൻ പറ്റും. +2 ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സിൽ, നിങ്ങൾക്ക് ആഗ്രഹിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അതിനൊക്കെയുള്ള ഒരു പാലമായിട്ട് നിങ്ങൾ ഈ ഒരു 8th സ്റ്റാൻഡേർഡിനെ കണ്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമ്മുടെ മുൻപിലുള്ള എല്ലാ അവസരങ്ങളെയും നന്നായി തന്നെ പ്രയോഗിക്കുക. നിങ്ങളുടെ എല്ലാ ആഗ്രഹത്തിനും ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നമുക്ക് ഒന്നിച്ച് പഠിച്ച് അടിപൊളിയായിട്ട് മുൻപോട്ട് പോകണം. ഓൾ ദ ബെസ്റ്റ്.